അടുത്ത പറയാനുള്ളത് ഈ പ്രോബ്ലമാണ്. എന്താണ്? 2 boys A and B pull horizontally on ropes. അതായത് 2 ബോയ്സ് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 ബോയ്സ് എന്താ ചെയ്യണത്? ഒരു പോസ്റ്റിൽ 2 റോപ്പ് കെട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇത് റോപ്പും ഇത് റോപ്പുമാണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ റോപ്പ്, ഈ 2 റോപ്പും തമ്മിലുള്ള ആംഗിളാണ് എത്ര? 51.0 ഡിഗ്രി. ഇഫ് എ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? 288 ന്യൂട്ടൺ ആണ്. ബി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ 324 ന്യൂട്ടൺ ആണ് എക്സേർട്ട് ചെയ്യുന്നത് ഈ റോപ്പ് വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്. ഈ 2 ഫോഴ്സും തമ്മിലുള്ള റിസൾട്ടൻറ്റ് ഫോഴ്സാണ് നമുക്ക് കാണുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരുന്നു ഇക്വേഷൻ? റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? സിഗ്മ എഫ് ആയിരുന്നു. അതായത് ഫോഴ്സ്, എത്ര ഫോഴ്സ് ഉണ്ടോ ആ ഫോഴ്സ് മുഴുവൻ കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്ത്? റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 ഫോഴ്സ് തന്നിക്കണ്. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് കൂട്ടാൻ പറ്റില്ല. കാരണം എന്താ? രണ്ടും ഡിഫറെൻറ്റ് ഡയറക്ഷൻ അല്ലേ? ഒന്ന് ഈ ഡയറക്ഷനിലും ഒന്ന് ഈ ഡയറക്ഷനിലാണ്. രണ്ടും ഈ ഡയറക്ഷനിലായിരുന്നെങ്കിൽ നമുക്ക് 2 ഫോഴ്സ് ഇവിടെ F1 + F2 എന്ന് പറഞ്ഞിട്ട് എഴുതായിരുന്നു. പക്ഷെ എന്ത് പറ്റില്ല? ഇതിൽ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കമ്പോണൻസ് ആക്കിയിട്ട് മാറ്റണം. ഇത് എഫ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഫോഴ്സാണ്. ഇതിൽ 2 കമ്പോണൻ്റ് ഉണ്ടാവില്ലേ? എഫ് എ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? എഫ് എക്സും ഉണ്ടാവും, എഫ് എ എക്സും ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? എഫ് എ വൈയും ഉണ്ടാവും. എങ്ങനെയാണ്? എഫ് എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോഴ്സിന് എക്സ് ഡയറക്ഷനിലൊരു ഫോഴ്സും ഉണ്ടാവും, വൈ ഡയറക്ഷനിലൊരു ഫോഴ്സും ഉണ്ടാവും. എഫ് എൻ്റെ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സാണ് ഏത്? ഇത്. ഇതാണ് എത്ര? എഫ് എ എക്സ്. എഫ് എ വൈ ഏതാണ്? ഇതിനെ 90 ഡിഗ്രിയിൽ എടുക്കുന്നതാണ് എന്ത്? എഫ് എ വൈ. അതുപോലെ എഫ് ബിക്കും ഉണ്ടാവില്ല 2 ഫോഴ്സ്. ഇതാണ് എഫ് ബി. എഫ് ബിൻ്റെ ഇതാണ് എന്ത്? എഫ് ബി എക്സ്. ഇതാണ് എന്ത്? എഫ് ബി വൈ. ഇത് രണ്ടും ഈ ലൈനിലാട്ട വരിക. ഞാനങ്ങനെ വരച്ചു എന്നുള്ളൂ. ഇത് എഫ് ബി എക്സും ഇത് എഫ് ബി വൈയും ആണ്. നമുക്ക് റിസൾട്ടൻ്റ് ആണല്ലോ കാണേണ്ടത്. അപ്പം റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ആർ എക്സ്. എക്സ് ഡയറക്ഷനിലുള്ള റിസൾട്ടൻ്റ് എത്ര വരിക? സിഗ്മ എഫ് എക്സ് ആണ് വരിക അല്ലേ? ആർ എക്സ് ഡയറക്ഷനിൽ എഫ് ഫോഴ്സ്. അപ്പോൾ എന്ത് വരും? നമുക്കിവിടെ 2 എക്സ് ഉണ്ട്. എഫ് എ എക്സും ഉണ്ട്, എഫ് ബി എക്സും ഉണ്ട് അല്ലേ? എഫ് എ എക്സും ഉണ്ട്, എഫ് ബി എക്സും ഉണ്ട്. ഇവിടെ എഫ് എ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഈ 288 ന്യൂട്ടൺ തന്നെയല്ലേ? വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇത്രയാണ് എന്ത് എഫ് എ വരണത്. അത് തന്നെയാണ് എന്ത് വരണത്? എഫ് എ എക്സും വരണത്. നമുക്ക് എന്ത് കിട്ടി? എഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ 280 ന്യൂട്ടൺ കിട്ടി. പക്ഷെ എന്ത് കിട്ടിയിട്ടില്ല? എഫ് ബി എക്സ് കിട്ടിയിട്ടില്ല. ഇനി എഫ് എ വൈയും ഉണ്ട്, പിന്നെ എന്തുണ്ട്? എഫ് ബി വൈയും ഉണ്ട്. ഇതിൽ എഫ് എ വൈ എന്താണ്? ഇതല്ലേ എഫ് എ വൈ. ഇങ്ങനെ പോകുന്നൊരു ഫോഴ്സിന് ഇങ്ങോട്ടൊരു ഇതുണ്ടാവൂ? നേരെ പോയി എക്സ് ഡയറക്ഷനിൽ നേരെ പോകുന്നൊരു ഫോഴ്സിന് എന്തുണ്ടാവില്ല? വൈ കമ്പോണൻ്റ് ഉണ്ടാവില്ല. അപ്പോൾ എഫ് എ വൈ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. എൻ്റെ കാരണം ഞാൻ പറയാം കേട്ടോ. ഇനി എഫ് ബി എക്സും എഫ് ബി വൈയും കാണണമല്ലേ? നമുക്കൊന്ന് എടുത്ത് വരക്കട്ടോ. ഇതാണ് എന്ത്? നമ്മൾ എഫ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഫോഴ്സ്. ഇതാണ് എഫ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഫോഴ്സ്. ഇനി നമുക്ക് എന്താണ്? എഫ് ബി എക്സ് എഫ് ബി വൈയും. ഈ എഫ് ബി എക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഇതല്ല എക്സ് ഡയറക്ഷന്, ഇതാണ് വൈ ഡയറക്ഷന്. അപ്പോൾ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ഇതാണ് എന്ത്? എഫ് ബി എക്സ്. ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് എഫ് ബി വൈ. ഇത് രണ്ടും നമുക്ക് കാണണം. ഈ തീറ്റ നമുക്ക് തന്നിക്കണം 51.0 ഡിഗ്രി അല്ലേ? അപ്പോൾ 51 ഡിഗ്രി എന്ന് തന്നിക്കണം. ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ കോസ് തീറ്റ എടുക്കുകയാണ്.
കോസ് തീറ്റ എന്ന് പറയുന്നത് എത്ര വരും? എന്താ വരിക? ഇത് നമുക്ക് എ ബി എന്ന് കൊടുക്കാം കേട്ടോ. ഇത് സി, ഇത് ഡി, അങ്ങനെ ഓരോ പോയിൻറ്റിന് കൊടുക്കാം. അപ്പോൾ